ബംഗാളിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് മമതാ ബാനർജി ഇനി എത്ര കാലം കൂടെ തുടരും? ഒരു സംശയം. മമത ഇപ്പോൾ തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് സ്വയം ചിന്തിക്കുന്ന പോലെ തോന്നുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ശക്ത എന്ന് ഭാവിക്കുന്ന, എന്നാൽ അവർക്ക് ഭയമാണ്, ഭയം കൊണ്ട് കാണിക്കുന്ന പേക്കൂത്തുകളാണ് അവർ കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ അധികാര ദുർവിനിയോഗത്തിന് ഒരു ലോക റെക്കോർഡുണ്ടെങ്കിൽ അത് കൊടുക്കാൻ അർഹതപ്പെട്ട മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ചരിത്രത്തിലാദ്യമായി ഞാൻ രാജിവെക്കാമെന്ന് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു. ഇന്നലെ സംഭവിച്ചതാണ്. അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ RG കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ദാരുണമായ കൊലപാതകത്തിന് ശേഷം അവിടെ വലിയ സമരങ്ങൾ നടക്കുക. ജനങ്ങൾ ഒന്നാകെ ഇണങ്ങി. രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ ജനകീയ പ്രക്ഷോഭമായി നന്ദിഗ്രാമിലും സിംഗൂരിലൊക്കെ ഉണ്ടായ പോലെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ടായതുപോലെയുള്ള വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ ഏതാണ്ട് 7500ഓളം ജൂനിയർ ഡോക്ടർമാർ, പിന്നെ അവരുമായി ചേർന്നുള്ള മറ്റു ഡോക്ടർമാർ ബംഗാളിൽ അനിശ്ചിതകാല സമരത്തിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഇവർ തിരിച്ചു കയറണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അവർ തള്ളി. മമത ചെയ്തതെന്നറിയാം, മമത ബുധനാഴ്ച വൈകുന്നേരം നബന്ന എന്ന് പറയുന്ന അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ പേരാണ്, നബന്ന എന്നാണ് പറയുന്നത്. നബന്നയിൽ കാത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ, 10 പേര് വരൂ എന്ന് പറഞ്ഞു. ഒരൊറ്റ ഡോക്ടർമാരും പോയില്ല. 10 പേരുള്ള അവരുടെ നേതാക്കന്മാരെ വിളിച്ച് ചെന്നില്ല. 6:10 ബുധനാഴ്ച വൈകുന്നേരം 6:10 അവിടുത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ സമര സംഘടനയുടെ നേതാക്കന്മാർക്ക് ഇമെയിൽ അയച്ചു, മുഖ്യമന്ത്രി നിങ്ങളെ കാത്തിരിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞു. മമതാ ബാനർജിയാണെന്ന് ഓർക്കണം. ഉഗ്ര ശാസന നടത്തുന്ന, കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ നടത്തുന്ന മമത വിളിച്ചിട്ട് അവർ പോയില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി മമത കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ പോയില്ല. 7:30 മണി വരെ നബന്നയിൽ കാത്തിരുന്നിട്ട് മമത മടങ്ങി. അതിനുശേഷം വീണ്ടും ഈ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ബംഗാളിലെ ആശുപത്രികളിൽ മുഴുവൻ നിശ്ചലമാണ്. ആരോഗ്യമേഖല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആരോഗ്യമേഖല തകർന്ന് തരിപ്പണമാകുമ്പോഴത്തേക്ക് അതിൻ്റെ വിക്ടിംസ് ആരാണ്? ജനങ്ങളാണ്. വലിയ തോതിൽ ഈ മമത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ടാകും. അതിനിടയ്ക്ക് സുപ്രീം കോടതിയാണ് എല്ലാ ദിവസവും മമതയെ കൂടെ കൊണ്ടടിക്കുകയാണ്. കാരണം ആ പെൺകുട്ടിയുടെ ജഡം, ആദ്യമേ ജഡം കണ്ടപ്പം ആത്മഹത്യ എന്ന് പറഞ്ഞു, FIR ഇട്ടില്ല, അൺനാച്ചുറൽ ഡെത്തായിട്ട് കണ്ടിട്ടും FIR ഇട്ടില്ല, പോസ്റ്റ്മോർട്ടത്തിന് ചട്ടങ്ങൾ പാലിച്ചില്ല, അതിൻ്റെ ചില രേഖകൾ മുക്കി. എന്തിന്? ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ആ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും യഥാസമയം എത്തിച്ചില്ല. അങ്ങനെ ബംഗാൾ പോലീസ്, കൽക്കത്ത പോലീസ് എല്ലാ തരത്തിലും ഇതിനകത്ത് വീഴ്ച വരുത്തി. പിന്നെ അവിടുത്തെ സഞ്ജയ് ഘോഷ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിനെ സംരക്ഷിക്കാൻ വേണ്ടി മമത എടുത്ത നിലപാടുകൾ ഇത് മുഴുവൻ കോടതി വലിച്ചു കയറി പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കോടതി ഒരു ജഡ്ജി പറഞ്ഞത് എന്താ? ആ ബെഞ്ചിൽ പർദിവാല പറഞ്ഞത് തൻ്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് വക്കീലായും ജഡ്ജിയായും ഒക്കെ പ്രവർത്തിച്ച 30 വർഷത്തെ കാലയളവിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇത്രയും ഭരണകൂടം അട്ടിമറിച്ച, പോലീസ് അട്ടിമറിച്ച ഒരു കേസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഒരു ജഡ്ജി പറയുക, ഒരു സുപ്രീം കോടതി ജഡ്ജി പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട സംഭവം പറയുന്നില്ല, പ്രേക്ഷകർ പോരുത്. അതായത് ഈ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ TMC പോസ്റ്റുകളിടുന്നു. അതിൻ്റെ പേരിൽ 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി മമതാ സർക്കാരിനെതിരെ, BJP ആണെന്ന് പറയാൻ പറ്റില്ല, കോടതിയാണ് മമതയ്ക്കെതിരെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു. മമതയ്ക്ക് ഒരുപാട് താല്പര്യങ്ങൾ, ആശുപത്രിയിലെ മൃതദേഹ കച്ചവടം മുതൽ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ മറിച്ച് വിൽപ്പന മുതൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കുംഭകോണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും നേരിട്ട് പങ്കുപറ്റുന്ന ആളാണ് മമതാ ബാനർജി എന്നുള്ള ഇമേജ് ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു. എങ്ങനെയും പൈസ ഉണ്ടാക്കുക, പണമുണ്ടാക്കുക, അതിനുവേണ്ടി എന്ത് നെറികെട്ട മാർഗവും സ്വീകരിക്കുക എന്ന തരത്തിലേക്ക് മമതയുടെ സർക്കാർ മാറി. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചു. ഞാനിനി ഇല്ല, ഞാൻ മടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം നേരത്തെ പ്രസാർ ഭാരതിയുടെ CEO ആയിരുന്നു. മോദിയോട് കലഹിച്ചിട്ട് പ്രസാർ ഭാരതിയുടെ CEO സ്ഥാനം രാജിവെച്ച് TMC ചേർന്ന ആ രാജ്യസഭാ MP, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം പാർട്ടി വിട്ടു. ഇതൊക്കെ ജനങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമരം തീർക്കാൻ വേണ്ടി ഇന്നലെ ഉണ്ടായ സംഭവം ശരിക്കും മമതയുടെ അടിവേരല്ല, അടിത്തറ ഇളകി എന്ന് തെളിയിക്കുന്നതായിരുന്നു. അവസാനം മമതയുടെ കുറേ ആളുകൾ ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാരെ പോയി കണ്ടു. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ചർച്ചയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവസാനം അവരെ പലതരത്തിൽ പ്രേരിപ്പിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ 5-10 പേരൊന്നുമല്ല, ഞങ്ങൾക്ക് 31 പേർക്ക് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇന്ന് പത്രത്തിൽ മമത എത്രമാത്രം നിസ്സഹായയായി പോയി എന്നതിൻ്റെ തെളിവ് ഇന്ന് ആ ചിത്രങ്ങളുണ്ട്. ആ ചിത്രം നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കാം. അതായത് നബന്നയിൽ സെക്രട്ടേറിയറ്റിൽ മമത കാത്തിരുന്നു. 31 പ്രതിനിധികൾ വരും. മമത പ്രിൻസിപ്പൽ ഹെൽത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കസേരയിട്ട് കാത്തിരിക്കുകയാണ്. 31 കസേരകൾ കാലിയായി കിടക്കുന്നു. ഈ 31 വിദ്യാർത്ഥി പ്രതിനിധികൾ, ഡോക്ടർമാരുടെ പ്രതിനിധികൾ, ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ നബന്നയിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു ഡിമാൻഡ് വെച്ചു. ഞങ്ങൾ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ച ലൈവ് സ്ട്രീമിംഗ് നടത്തണം. ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് യൂട്യൂബ് വഴി കാണിക്കണം, അല്ലെങ്കിൽ ലൈവായിട്ട് ചാനലുകളിൽ കാണിക്കണം എന്നുള്ള അവസ്ഥ വെച്ചു. കാരണം ഞങ്ങൾ അവിടെ പറയുന്നതായിരിക്കത്തില്ല മമത പറയുന്നത്. അവിടുത്തെ തീരുമാനങ്ങൾ ഉറപ്പായിട്ടും മമത അട്ടിമറിക്കും. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ, ഞങ്ങൾ ഡോക്ടർമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയണം. അവരുന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ, ഈ കൊലപാതകം മാത്രമല്ല, ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത് 36 മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്തതിന് ശേഷമാണ്. സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഈ ഡോക്ടർമാർക്ക്, അതിനുശേഷം എന്ത് പറ്റി, ഡോക്ടർമാർക്ക് സംരക്ഷണം കൊടുക്കാൻ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അതിലേക്ക് നയിച്ചത് എന്താണ്, ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി 7000-ഓളം വരുന്ന മമതയുടെ പാർട്ടിക്കാർ ആശുപത്രി കയറി ആശുപത്രി അടിച്ച് തമർത്തും, ഒരു തെളിവ് അവശേഷിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് സമരം ചെയ്യുന്ന സമരക്കാരായ ഡോക്ടർമാരുടെ സമരപ്പന്തലിൽ ചെന്നിട്ട് പറഞ്ഞ് അവൾക്കുണ്ടായതിനേക്കാൾ ഭീകരമായ അവസ്ഥ നിനക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തത് TMCയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണ്. അവിടുത്തെ ഒരു കൗൺസിലറുടെ അനുയായിയായ അവിടുത്തെ ഒരു ജിം ട്രെയിനറുടെ നേതൃത്വത്തിലാണ് ഈ ആശുപത്രി അടിച്ചു തകർക്കുന്ന ഒരു ജിം നടത്തിപ്പുകാരെന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. അത്തരം ഗുണ്ടകളെ ഇറക്കിയാണ് ഈ സമരത്തെ, ഈ ഡോക്ടർമാരുടെ സമരത്തെ, അവരുടെ ഒരു സഹപ്രവർത്തകരുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചും വ്യസനിച്ചും അവർ നടത്തുന്ന സമരത്തെ മമത നേരിട്ടത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രിയും ഞങ്ങളും നടന്നിട്ട് കാര്യമില്ല, അത് ബംഗാൾ ജനത അറിയണം. മമത പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. പറ്റത്തില്ല. മമത അവസാനം കണ്ടീഷൻ വെച്ചു, ഒരു കാര്യം ചെയ്യാം, ഒരു 3 ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാം, പക്ഷേ ഫുട്ടേജ് തരത്തില്ല. അത് കാരണം സുപ്രീം കോടതി കേസിരിക്കുകയാണ്. സുപ്രീം കോടതി കേസിരിക്കുന്നത് എന്താ പ്രശ്നം? സുപ്രീം കോടതിയിൽ കേസിരിക്കുകയാണ്. അതുകൊണ്ട് ആ സുപ്രീം കോടതിയിൽ കേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അപ്പോൾ അത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു നടക്കില്ല. അങ്ങനെ അവർ സമരത്തിന് വിട്ടുപോയി. മമതയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ കല്ലേ പിളർക്കുന്ന ശാസനകൾ, കാരിരുമ്പിനേക്കാൾ കടുപ്പമുള്ള കരളോടെ ചെയ്യുന്ന ക്രൂരതകൾ, ഇതാണ് മമതയെ ഒരു സൈക്കോ മുഖ്യമന്ത്രിയായി നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യയിൽ ഓരോ മുഖ്യമന്ത്രിയും ചെയ്യാത്ത തരത്തിലുള്ള മനോവൈകല്യത്തോടെ അല്ലെങ്കിൽ മനോവൈകൃതത്തോടെ എന്ന വിധം പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് മമത. ഒരു ജനാധിപത്യവും ഇല്ല അവർക്ക്. അവർ മൈറ്റി പവർ എന്ന് പറഞ്ഞ പോലെ മസിൽ പവർ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തുക, അതിന് പോലീസിനെ ഉപയോഗിക്കുക, അവരുടെ ഗുണ്ടകളെ ഉപയോഗിക്കുക, ഇതിനൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുക, അവരുടെ വലിയ പിന്തുണ തേടുക, ഇതൊക്കെയാണ് മമതയുടെ സ്റ്റൈൽ. അവർ പറഞ്ഞനുസരിച്ച് ചില പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെയുള്ള മമത നിസ്സഹായമായിട്ടിരുന്ന് 32 കസേരകൾ, കാലി കസേരയുടെ മുന്നിലിരിക്കുന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മമതയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയത്. മമത അവസാനം പറഞ്ഞു, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ പത്രങ്ങളിൽ എന്തുകൊണ്ട് വലിയ വാർത്തയായില്ല. മമത പറയുന്നു, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, നാടിൻ്റെ നന്മയാണ് എനിക്ക് വേണ്ടത്, ഞാൻ ചെയ്യുന്നത് ഇത് സമരം തീരട്ടെ എന്ന് വെച്ചു. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർക്ക് പക്ഷേ വേണ്ടത് കസേരയാണ്, എൻ്റെ കസേരയാണ്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മമത മാറിയിരിക്കുന്നത്. എന്തെങ്കിലും മമതാ ബാനർജി ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരുപക്ഷെ മമത ഇപ്പോൾ ചെയ്യുന്നത് ഒരു രക്തസാക്ഷിയുടെ പരിവേഷം, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എന്നെ ഇവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയമല്ല. ഇവരുടെ ഇപ്പം ഈ ചെറുപ്പക്കാരെ, ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പ്രേരക ശക്തി അല്ലെങ്കിൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ കരുത്തെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടാണ് ഇവർക്ക് സുരക്ഷ കൊടുക്കാനായിട്ട് CISFന് വിട്ടു. CISFന് ഭക്ഷണം കൊടുക്കത്തില്ല. സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്, അത് കൊടുക്കില്ല. ഭക്ഷണം കൊടുക്കുന്നില്ല. CISFന് ബാരക്കുകൾ, വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല, ഇരിക്കാൻ കസേര പോലുമില്ല. സെക്യൂരിറ്റി ആയിട്ട് എത്തുന്ന സുരക്ഷയ്ക്ക് വേണ്ടി RG കാർ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്ന CISFന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം വന്നവരാണ്. അവർക്ക് എല്ലാ ഫെസിലിറ്റിയും കൊടുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. ഒന്നും ചെയ്യാതെ അവരെ വലിക്കുകയാണ് മമത. അപ്പോൾ എല്ലാ തരത്തിലും ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന മമത ഇന്നലെ വല്ലാതെ വിവശതയോടെ പറയുന്നു, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. എത്രത്തോളം അവർ തകർന്നു. ഒന്നെങ്കിൽ അവർ
വല്ലാതെ അവരുടെ മനോധൈര്യം ചോർന്നു പോയിരിക്കുന്നു. ജനങ്ങൾ ആ ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലായി അവർ മമത പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസാന വട്ട ശ്രമത്തിലാണ്. അല്ലെങ്കിൽ മമതയുടെ ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾ ചെയ്തതെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. ഉത്തർപ്രദേശ് സർക്കാർ ഇങ്ങനെ സമരം ചെയ്യുന്നവർക്ക് എസ്മ, എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം നടപടിയെടുക്കും, പിടിച്ചകത്തിടും. അത് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ എസ്മ എടുത്തോ, എസ്മ എടുത്താൽ എന്ത് ചെയ്യും, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അപ്പോഴും ഡോക്ടർമാർ ഉണ്ടാവത്തില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ജയിലിൽ പോകുന്നില്ലേ ഉള്ളൂ, നിങ്ങൾ അത് ചെയ്യ്. പക്ഷേ മമത ഇത് ഭീഷണിയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറ്. എന്ത് ക്ഷമിക്കാൻ? അവരെന്ത് തെറ്റ് ചെയ്തു? അവരുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തക അതിനീചമായി ചിത്രവധം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ, ആ കേസ് അട്ടിമറിക്കാൻ മമതാ സർക്കാർ ശ്രമിച്ചതിനെതിരെ അവർ കലാപം ചെയ്യുന്നത് അല്ലേ, അവർ കലഹിക്കുന്നത്. അവരാവശ്യപ്പെടുന്നത് അവർക്ക് മാന്യമായി മനുഷ്യരെ പോലെ ജീവിക്കാനും ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ്. 36 മണിക്കൂറൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് മനുഷ്യസഹജമായ കാര്യമല്ലല്ലോ ഒന്നും. അതെ, അതുപോലെ അവരാവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ഞങ്ങൾ ഈ ലോകത്തുള്ള ബംഗാളിലുള്ള ആളുകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന, അവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങളെ ആരും രക്ഷിക്കും? ന്യായമായ ചോദ്യമാണല്ലോ. നമ്മൾ ഈ ഡോക്ടർമാരെ കരുതുന്നത് ദേവതുല്യരായൊക്കെ കരുതും, പക്ഷേ അവരെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാലോ? അപ്പോൾ 7500 ജൂനിയർ ഡോക്ടർമാരെന്ന് ചെറിയ നമ്പറൊന്നുമില്ല. ബംഗാളിലെ ആശുപത്രികൾ ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. അവർക്ക് സോളിഡാരിറ്റിയുമായി, ഐക്യദാർഢ്യവുമായി മറ്റു ഡോക്ടർമാരുമുണ്ട്. അപ്പോൾ ബംഗാൾ ഈ പറയുന്ന പോലെ ഇത്രയും കാലത്തെ മമതയുടെ ചരിത്രത്തിനിടയ്ക്ക് ഇത്ര ക്ഷീണിച്ച സ്വരം മമതയുടെ കേട്ടിട്ടില്ല. മമത രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബംഗാൾ ജനത, ഈ ഡോക്ടർമാർ മാത്രമല്ല, അത് സർവാത്മന സ്വാഗതം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ബംഗാളിൽ മമതയുടെ വീഴ്ച തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഒരുപക്ഷെ കാണാൻ പോകുന്നത് ഈ എല്ലാ ഫാസിസ്റ്റുകളും, ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു മുഖ്യമന്ത്രിയുള്ളൂ, അത് മമതാ ബാനർജിയാണ്. എല്ലാ ഫാസിസ്റ്റുകളും അവർ വീഴും എന്ന് ഉറപ്പായാൽ ഭ്രാന്തമായ ചില നടപടികളെടുക്കും. ഒരുപക്ഷെ ബംഗാളിനെ ചോരപ്പുഴയിൽ മുക്കുന്ന ചില നടപടികളുമായി മമത മുന്നോട്ട് വന്നാൽ, കാരണം പക വീട്ടുകയാണ്, ഈ മനോനില തെറ്റിയൊരു സ്ത്രീയാണ്. അതെ, അതുകൊണ്ട് ഒരുപക്ഷെ അവർ പക വീട്ടാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ സുപ്രീം കോടതിയുടെ ഒരു നോട്ടം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ധൈര്യപ്പെടില്ല. അവിടെ CSFൻ്റെ കാവലുമുണ്ട്. എന്നാലും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ വൈതാളിക രൂപമാണ് മമതാ ബാനർജി. അതുകൊണ്ടാണ് അവരെ ആളുകൾ മറുത എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചില ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മമത ഒരിക്കലും ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതാദ്യമായി മമത പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭയക്കേണ്ടതുണ്ട്. ബംഗാളിൽ നിന്ന് ഇനിയും ഒരുപാട് വാർത്തകൾ വരാനിരിപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.